ജിജീഷ്, ഇവിടെ അഖിൽ പറഞ്ഞതുപോലെ തന്നെ വെന്തുരുകുകയാണ് കേരളം. വരും ദിവസങ്ങളിലും ചൂട് അസഹ്യമായ രീതിയിലേക്ക് വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മധ്യകേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞു, അതിനേക്കാൾ വലിയ ചൂടിലേക്ക് കേരളം പോകുമ്പോൾ എങ്ങനെയാണ് പൊതുവെ എറണാകുളം ജില്ലയിലെ മറ്റു ജില്ലകളിലെയും ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ് കെ പി. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യകേരളത്തിലും ഉഷ്ണതരംഗം അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി തന്നെ അനുഭവപ്പെടുന്നു ദിവസങ്ങളായി എന്നത് തന്നെയാണ്. ചൂട് തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിലടക്കം അത് കാണുകയും ചെയ്തിരുന്നു. അവർ പോലും പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കി മാറ്റുന്ന അല്ലെങ്കിൽ വൈകുന്നേരവും രാവിലെയും എല്ലാമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ടായി. ആ ചൂട് അനുദിനം കൂടുന്നു. ഈ ഉഷ്ണതരംഗം അതിൻ്റെ ഒരു ഭീതിയിൽ കൂടിയാണ് ഉള്ളത്. പ്രത്യേകിച്ച് പാലക്കാടിന് പുറമെ തൃശ്ശൂർ ജില്ലയിൽ കൂടി ഈ ഉഷ്ണതരംഗ സാധ്യതകൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 41 ഡിഗ്രി സെൽഷ്യസും കടന്നുപോയ പാലക്കാട് താപനില സമാനമായി തന്നെ തൃശ്ശൂരിൽ അത് വെള്ളാനിക്കരയിലടക്കം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. തുടർച്ചയായി 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില നിൽക്കുകയും ഒപ്പം തന്നെ സാധാരണ അനുഭവിക്കുന്ന താപനിലയേക്കാൾ 4 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെ കൂടി നിൽക്കുകയും എല്ലാം ചെയ്യുമ്പോഴാണ് ഈ ഉഷ്ണതരംഗമായി കണക്കാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ശാരീരികമായ നിരവധി പ്രശ്നങ്ങൾ, സൂര്യതാപം അടക്കമുള്ള പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് സൂര്യതാപം ഏൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വയോജനങ്ങൾ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശാരീരിക പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ്. അവർക്ക് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വീടിനകത്ത് കഴിയുമ്പോൾ പോലും അത് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കനത്ത ചൂടിലൂടെ തന്നെയാണ് മധ്യ കേരളവും കടന്നു പോകുന്നത്. അത് ആലപ്പുഴയിലാണെങ്കിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരിലും എല്ലാം തന്നെ, തൃശ്ശൂരിലെ ചില മേഖലകളിലാണ് അത് ചൂട് അതിൻ്റെ എല്ലാ സീമകളും അല്ലെങ്കിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത പരമാവധി ചൂടുകളുടെ ഡിഗ്രി സെൽഷ്യസുകളെല്ലാം കടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ കർശനമായ നിർദ്ദേശങ്ങൾ, അതായത് 11 മണിക്ക് ശേഷം ചൂട് കൂടുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങിയുള്ള ജോലികൾ പരമാവധി ഒഴിവാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വലിയ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ജോലികളിലടക്കം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ പോലും വലിയ തോതിൽ തന്നെ നിർമ്മാണ തൊഴിലാളികളടക്കം റോഡുകളിൽ നിന്ന് അല്ലെങ്കിൽ വലിയ കെട്ടിടത്തിന്റെ മുകളിലുമെല്ലാം ഈ സൂര്യതാപം ഏൽക്കുന്ന അപകടകരമായ സാഹചര്യത്തിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ ഉഷ്ണതരംഗം വലിയ ഒരു പ്രശ്നമായി തന്നെ അഭിമുഖീകരിക്കുന്നു. ശാരീരികമായ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക്, പ്രായമായവർക്കും കുട്ടികൾക്കും അടക്കം ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പല തരത്തിൽ ചികിത്സ തേടി ആശുപത്രികളിൽ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിലാണെങ്കിലും താലൂക്ക് ആശുപത്രികളിലാണെങ്കിലും എല്ലാം തന്നെ ഈ ഉഷ്ണവുമായി ബന്ധപ്പെട്ടും ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ട ശാരീരിക പ്രശ്നങ്ങൾക്ക് നിരവധി ആളുകൾ ചികിത്സ തേടി എത്തുകയും ചെയ്യുന്നു. വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയത്. തൃശ്ശൂർ ജില്ലയിലടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് പാലക്കാട് 41.8 ഡിഗ്രി ചൂടായിരുന്നു ഏറ്റവും കൂടുതലായി രേഖപ്പെടുത്തിയത് എങ്കിൽ അത് ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചൂടാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 4-5 ദിവസം തുടർച്ചയായി കനത്ത ചൂടിലൂടെയാണ് സംസ്ഥാനവും കടന്നു പോകുന്നത്. ഒരുപക്ഷെ കേരളം ഇതുവരെ അഭിമുഖീകരിക്കാത്ത അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഉഷ്ണതരംഗമുണ്ട് എന്നും കനത്ത ചൂടിൽ ആളുകൾ തളർന്നു വീഴുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടങ്ങളിൽ പോലും ഒരു പരിധിയിലേക്ക് ചൂട് അമിതമായി വർദ്ധിക്കാറില്ലായിരുന്നു. കാലാവസ്ഥ കനത്ത മഴയെ നേരിട്ട ഘട്ടത്തിൽ, പ്രളയത്തെ നേരിട്ട ഘട്ടത്തിലും ചൂട് കൊണ്ടുള്ള വലിയ ദുരിതങ്ങളിലേക്ക് പോയിരുന്നില്ല എങ്കിൽ ഇപ്പോൾ അത്തരത്തിലും 4 ഡിഗ്രി മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുന്നു. ഈ സമയത്ത് പോലും, രാവിലെയുള്ള സമയത്ത് പോലും ചൂട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നു എന്നത് തന്നെയാണ്. സാധാരണ നിലയ്ക്ക് രാവിലെയുള്ള സമയത്തിന് ശേഷം 11-12 മണിക്ക് ശേഷമായിരുന്നു കനത്ത ചൂടിലേക്ക് പോവുക. അതൊരു 3 മണിയോടുകൂടി ആ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. വീണ്ടും ചൂട് കുറയുന്ന സ്ഥിതിവിശേഷമാണ് എങ്കിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉഷ്ണ തരംഗവും കനത്ത ചൂടും തന്നെയാണ് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ളത്. അത് തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാട് ജില്ലയിലാണെങ്കിലും എറണാകുളം ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ ചൂട് വർദ്ധിക്കുന്നു. എറണാകുളത്ത് 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്
എത്താമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. 35 ഡിഗ്രി സെൽഷ്യസ് വരെ പരമാവധി ചൂട് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. സ്വാഭാവികമായും അത് വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തന്നെയായിരിക്കും നയിക്കുക. പ്രത്യേകിച്ച് കൂടുതൽ പ്രായമായവരെ അടക്കം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് എന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. കാരണം അവരെയാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ചൂടുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഏറ്റവും ബാധിക്കുക. നിർജ്ജലീകരണം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ഈ രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, രക്തസമ്മർദ്ദം കാലങ്ങളായി അത്തരം രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തിറങ്ങണമെന്ന് പോലുമില്ല. വീടിനകത്ത് ഈ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ചൂട് കൂടിയ കാലാവസ്ഥയെ അഭിമുഖീകരിച്ച് കഴിയേണ്ടി വരുമ്പോൾ പോലും അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ. ഏതായാലും ജിജേഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഈ ഒരു സാഹചര്യം വഴിയൊരുക്കുന്നത്.